സന്മനസ്സുകൾക്ക് സ്വാഗതം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഓണപ്പൂക്കളങ്ങളാണ്. 10 ദിവസത്തെ പൂക്കളം നിസ്സാരമല്ല, ഐശ്വര്യമാണ്. അത്തം 10-ന് തിരുവോണം എന്നാണ് ചൊല്ല്. എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല. അത്തം ഓണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം. ഈ ദിനത്തിലാണ് എല്ലാവരും വീട്ടുമുറ്റത്ത് പൂവിടുന്നതിന് തുടക്കം കുറിക്കുന്നത്. പരമ്പരാഗതമായി അത്തം ദിനത്തിൽ ഇടുന്ന പൂക്കളം അത്തപ്പൂ എന്നറിയപ്പെടുന്നു. ഇത് വളരെ ചെറുതും മഞ്ഞപ്പൂക്കൾക്ക് പ്രാധാന്യം നൽകുന്നതും ആയിരിക്കും. ഉത്സവത്തിൻ്റെ ഓരോ ദിവസം കഴിയും തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടുന്നു. ചിത്തിര. ഉത്സവങ്ങളുടെ ആരംഭത്തോടെ വീടുകൾ വൃത്തിയാക്കുക എന്നതാണ് ഇന്ത്യയിലെ ഒരു പതിവ്. ഓണത്തിൻ്റെ 2-ാം ദിവസം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുന്നതിനും ഓണത്തെ വരവേൽക്കുന്നതിനും തയ്യാറാവുന്നു. ഈ ദിനത്തിൽ പൂക്കളത്തിൽ 2 വരി പൂവാണ് ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ ചിത്തിര നക്ഷത്ര ദിനത്തിൽ പൂക്കളം തീർക്കുന്നു. ചോതി നക്ഷത്രത്തിൻ്റെ അന്ന് കുടുംബങ്ങൾ വിവിധ വാങ്ങലുകൾ നടത്താൻ പുറപ്പെടുന്നതായി. ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം ഓണക്കോടി എന്നറിയപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പരസ്പരം സമ്മാനമായി നൽകുന്നതാണ്. ഈ ദിവസം പൂക്കളത്തിലേക്ക് ഒന്നിലധികം വരിയിൽ പൂക്കൾ ചേർക്കുന്നു. ഇത് കാഴ്ചയിൽ പൂക്കളത്തെ വലുതാക്കുന്നു. വിശാഖം. ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഈ ദിവസമാണ്. കാരണം വിശാഖം നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ഓണസദ്യയ്ക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ ദിവസം മുതൽ ആണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. അതായത് സ്വത്തുക്കൾ വിൽക്കേണ്ടി വന്നാലും ഓണസദ്യയെ കാണാതെ പോകരുത്. നിഴം. ഓണത്തിൻ്റെ 5-ാം നാളായ 5-ാം ദിനം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. 5-ാം ദിവസമായ അനിഴം ആറന്മുള ഉത്രട്ടാതിക്കുള്ള തിരക്ക് കൂട്ടലാണ്. അനിഴം ദിവസത്തിലാണ് വള്ളംകളിക്ക് മുന്നോടിയായി തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അല്പം പ്രാധാന്യം നൽകുന്നതാണ്. തൃക്കേട്ട. ഓണത്തിൻ്റെ 6-ാം ദിവസമാണ് തൃക്കേട്ട എന്ന നക്ഷത്രം. ഇത്രയും ആവുമ്പോഴേക്ക് തന്നെ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്കും തിരക്കുകളിലേക്കും എല്ലാവരും എത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും തൃക്കേട്ട ദിനം. ഈ ദിവസം ആവുമ്പോഴേക്ക് തന്നെ മുറ്റത്തെ പൂക്കളത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. ഇത് തൃക്കേട്ട ദിനത്തിലാണ് ആരംഭിക്കുന്നത്. മൂലം ഓണത്തിൻ്റെ 7-ാമത്തെ ദിവസമാണ്. പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഓണസദ്യ ഈ ദിവസം മുതലാണ് തയ്യാറാക്കുന്നത്. അധിക ക്ഷേത്രങ്ങളിലും ഓണത്തിൻ്റെ തിരക്ക് വർദ്ധിക്കുന്ന ദിവസമാണ് മൂലം ദിനം. പൂരാടം ദിനത്തിൽ വീട്ടുകാർ വീടെല്ലാം വൃത്തിയാക്കുകയും വാമനനെയും മഹാബലി തമ്പുരാനെയും വരവേൽക്കുന്നതിന് തയ്യാറാവുന്നുണ്ട്. ഈ ദിവസമാണ് പൂരാട ഉണ്ണികൾ എന്ന പേരിൽ കുട്ടികളെ ഒരുക്കുന്നത്. മാദേവരെ ഉണ്ടാക്കുന്നതും ഓണത്തപ്പനെ ഉണ്ടാക്കുന്നതും പൂജ ചെയ്യുന്നതുമെല്ലാം പൂരാടം ദിനത്തെ കൂടുതൽ ആകർഷകമാക്കും. ഉത്രാടം ദിനത്തെയാണ് 1-ാം ഓണം എന്ന് പറയുന്നത്. ഈ ദിവസമാണ് ശരിക്കുള്ള ഓണം തുടങ്ങുന്നത്. പച്ചക്കറികളും പഴങ്ങളും പുതുവസ്ത്രങ്ങളുമായി ഓണത്തെ വരവേൽക്കാൻ ഓരോ വീട്ടുകാരും തയ്യാറെടുക്കും. ജാതിമത ഭേദമന്യേ തന്നെ മാവേലി മന്നനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉത്രാട ദിവസം വൈകിട്ടാവുന്നതിലൂടെ പൂർണ്ണമാവുന്നുണ്ട്. ഉത്രാട ദിനത്തിൽ ഉണ്ടാവുന്ന ഈ തിരക്കിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. തിരുവോണം. അത്തം മുതലുള്ള 10-ാമത്തെ ദിവസമാണ് തിരുവോണം. ഈ ദിനമാണ് തിരുവോണം എന്ന് അറിയുന്നത്. ഈ ദിനത്തിൽ വലിയ പൂക്കളമൊരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യ ഒരുക്കിയും എല്ലാ തിരുവോണ ദിവസം ആഘോഷിക്കുന്നു. അമ്പലത്തിൽ പോക്കും പ്രത്യേക പൂജയും വഴിപാടും എല്ലാം തിരുവോണത്തിൻ്റെ മാറ്റ് കൂട്ടുന്നു. രാവിലെ തന്നെ കുളിച്ച് പുതുവസ്ത്രമിട്ട്
സദ്യ ഒരുക്കി തിരുവോണ ദിനം ആഘോഷിക്കുന്നു.